നമസ്തേ. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രണയവും പ്രണയ നൈരാശ്യവും. പ്രണയം അത് വളരെ സന്തോഷകരമായൊരു അനുഭൂതിയാണ്. അത് എത്രയും സ്വാഭാവികമായൊരു കാര്യവുമാണ്. ഏത് പ്രായത്തിലും അത് സംഭവിക്കാം. 13-14 വയസ്സായിട്ടും നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഇല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് ചിന്തിക്കുന്ന, നിഷ്കർഷിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. വളരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു കൂട്ട്, നിങ്ങൾക്ക് ധാരാളം കൂട്ടുകാരോ കൂട്ടുകാരികളോ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തീർത്തും സ്പെഷ്യലായ ഒരാൾ, നിങ്ങളുടെ ജീവിതത്തെ താഴേക്ക് പിടിച്ചു വലിക്കുന്ന ഒരാളല്ല, നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ഒരു പടി മുന്നിലേക്ക് നയിക്കാൻ കൂട്ടായി ഒരാൾ. എന്നാൽ കുറഞ്ഞൊന്നു പോയി കഴിയുമ്പോൾ രണ്ടിലൊരാൾക്ക് ഇത് എനിക്ക് പറ്റിയ കൂട്ടല്ല എന്ന് തോന്നി തുടങ്ങുന്ന ഒരു സമയമുണ്ടായേക്കാം. രണ്ടുപേർക്കും അങ്ങനെ ഒരു ബോധ്യമുണ്ടായാൽ സന്തോഷത്തോടെ പിരിയാം. എന്നാൽ ഒരാൾക്ക് പിരിയണമെന്നും മറ്റേ ആൾക്ക് തുടരണമെന്നുമുള്ള ചിന്ത വരുമ്പോൾ ഇവിടെ സ്നേഹത്തോടെയുള്ള, സന്തോഷത്തോടെയുള്ള ഒരു വേർപിരിയൽ സാധ്യമാണോ? വാസ്തവത്തിൽ പ്രണയത്തിലായിരിക്കുമ്പോൾ പൂമ്പാറ്റകളെ പോലെ പാറി പറന്നു നടക്കുന്നത് എളുപ്പമാണ്, സന്തോഷകരമാണ്. എന്നാൽ വേർപിരിയലിനെ, ബ്രേക്കപ്പിനെ എങ്ങനെ ശാന്തമായും യാഥാർത്ഥ്യബോധത്തോടെയും സമീപിക്കാമെന്നാണ് നാം ചിന്തിക്കുന്നത്. എവ്രി ലവ് അഫെയർസ് നീഡ് നോട്ട് എൻഡ് ഇൻ എ മാരേജ്. എല്ലാ പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ കലാശിക്കണമെന്നില്ല. അത് കൈപ്പേറിയ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും നാം അത് അംഗീകരിച്ചേ മതിയാവും. ഹൗ ടു പാർട്ട് ഗ്രേസ്ഫുള്ളി, എങ്ങനെ കൃപയോടെ അതിന് നമുക്ക് തയ്യാറാകാം. തീർച്ചയായും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളെ പിരിയുന്നതിന് നിങ്ങളുടെ പാർട്ട്ണർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടേക്കാം. അത് അറിഞ്ഞതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് അവർക്ക് തോന്നുന്നുമുണ്ടാവാം. നിങ്ങൾ നിരാകരിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. അത് നിങ്ങളെ നിരാശയാക്കുന്നു. എവിടെയോ തോറ്റുപോയി, ഒറ്റപ്പെട്ടുപോയി, വഞ്ചിക്കപ്പെട്ടുപോയി എന്ന ഒരു മാനസിക അവസ്ഥയിലാണ് നിങ്ങൾ. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, തീർച്ചയായും ഇത് ലോകത്തിലെ ആദ്യത്തെ അനുഭവമല്ല. ലോകമുണ്ടായ കാലം മുതൽ തന്നെ പ്രണയമുണ്ട്, ബ്രേക്കപ്പുമുണ്ട്, പ്രണയ നൈരാശ്യവുമുണ്ട്. പക്ഷേ അവിടെ വീണു കിടക്കേണ്ട ആളല്ല നിങ്ങൾ. ഉയർത്തെഴുന്നേൽക്കണം. കാരണം റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് ആരും പറയില്ല, ബ്രേക്കപ്പ് ആയി എന്നാണ് പറയുക. എന്തുകൊണ്ടൊക്കെയോ എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്ന് തീരുമാനിക്കണം. അതിന്റെ പേരിൽ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല, ലോകം ഇവിടെ അവസാനിച്ചെന്ന പോലെ തോന്നുന്നു. ഇതിനും അപ്പുറത്തേക്ക് അവരോടുള്ള പ്രതികാര ചിന്തയാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. അവരെ കൊല്ലണം എന്ന പ്രതികാര ചിന്തയിലേക്ക് പോലും വളരുന്ന ബ്രേക്കപ്പുകൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ച് നന്നായി ഉയർന്ന് പുതിയൊരു വ്യക്തിത്വമായി തിളങ്ങുമ്പോൾ നിങ്ങളെ വേണ്ടെന്ന് വെച്ചവർ മാറി ചിന്തിക്കുന്ന ഒരു സമയമുണ്ടായേക്കാം. അങ്ങനെ നിങ്ങൾ വളരുന്നതാണ് മധുര പ്രതികാരം, സ്വീറ്റ് റിവെഞ്ച്. ജീവിതാനുഭവം നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവരാക്കണം. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറുകയാണ് വേണ്ടത്, തളർന്നിരിക്കുകയല്ല. തളർന്നിരുന്നാൽ നിങ്ങൾ എങ്ങനെ ജയിച്ചു കാണിക്കും? വ്യക്തികളെ ശരിയായി മനസ്സിലാക്കുന്നതിന് മുമ്പ് പുറം പകിട്ടുകൾ കണ്ട് കുരുക്കുകളിൽ ചെന്ന് പെടാതിരിക്കുക. ഹൗ ഇസ് ദ സോൾ ഇൻസൈഡ് ദ പേഴ്സണാലിറ്റി? ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അവരുടെ പുറം പകിട്ടുകളേക്കാൾ അവരുടെ മനസ്സെങ്ങനെ, അവരുടെ ഉള്ളിലുള്ള ആത്മാവ് എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം നാം വളരണം. ദീർഘമായ ജീവിതയാത്രയിൽ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം കൂടെ ഉണ്ടാവുമോ? അതോ പൊസസീവ്നെസ് കൊണ്ട് ശ്വാസം മുട്ടി പിടഞ്ഞു പോകുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്നതാണോ ഈ പ്രണയബന്ധം? എത്ര വലിയ സ്നേഹബന്ധമായാലും കുറച്ചു കഴിഞ്ഞാൽ ശ്വാസമുട്ട് അനുഭവപ്പെടുമോ? നിങ്ങളെ വളർത്തുന്ന, നിങ്ങളോടൊപ്പം വളരുന്ന ഒരു കൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ ഒരുപാട് പരിജ്ഞാനത്തിലേക്കുള്ള വാതിലാണ് ഒരു ബ്രേക്കപ്പിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നത്. റോബർട്ട് ബ്രൗണിംഗ് എഴുതിയ മനോഹരമായ ഒരു കവിതയുണ്ട്, ദി ലാസ്റ്റ് റൈഡ് ടുഗദർ. 1855 പബ്ലിഷ് ചെയ്ത മെൻ ആൻഡ് വിമൻ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. റിജക്റ്റഡ് ഡിജക്റ്റഡ് ലവർ, ഹി ഹാസ് ട്രൈഡ് എവറി മീൻസ് ടു റിറ്റെയിൻ ഹെർ ലവ്. അതെ, അവൻ നിരാകരിക്കപ്പെട്ടത് കൊണ്ട് തന്നെ നിരാശനാണ്. അവളെ ചേർത്ത് നിർത്താൻ അവനറിയാവുന്ന എല്ലാ വഴികളും അവൻ പരീക്ഷിച്ചു നോക്കി. പക്ഷേ അവനൊന്ന് മനസ്സിലാക്കുന്നു, അവർ ഇപ്പോൾ പൊട്ടിപ്പോയ ഒരു കയർ പോലെയാണ്. ഒരു കൂടിച്ചേരൽ ഇനി അസാധ്യം. ഏച്ചുകെട്ടിയാൽ മുളച്ചിരിക്കും. അതിനി ഒരിക്കലും പഴയതുപോലെ ഒറ്റച്ചരടാവുകയില്ല. അത് മനസ്സിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ
The only choice is the acceptance of the fact. തീർച്ചയായും ഞാനത് ഏറ്റവും മാന്യതയോടെ തന്നെ വേർപിരിയും. പാർട്ട് ഗ്രേസ്ഫുള്ളി, എന്നാലേ മനസ്സ് സ്വസ്ഥമാവും. അവരെ അനുഗ്രഹിച്ച് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ നന്മകളും ആശംസിച്ച് സന്തോഷത്തോടെ പറഞ്ഞയക്കൂ. Only because once you loved her or him with all your heart. നമുക്ക് കൊടുത്ത സ്നേഹം ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല തന്നെ. വേദനാജനകമെങ്കിലും ഈ ഒരു വഴിയിലൂടെ കടന്നുപോയേ പറ്റൂ. ആ കവിതയിലെ ഏറ്റവും മനോഹരമായ വരികൾ, മൈ ഹോൾ ഹാർട്ട് റൈസസ് ടു ബ്ലെസ് യുവർ നെയിം ഇൻ പ്രൈഡ് ആൻഡ് താങ്ക്ഫുൾനെസ്. തീർച്ചയായും ഈ ഒരു ലാസ്റ്റ് റൈഡ് എന്നാൽ രണ്ടുപേർക്കും മുറിവുണങ്ങുന്ന ഒരു സമയമായിരിക്കണം. അത് കഴിഞ്ഞാൽ വിട്ടുകളയുക. കൂടുതൽ ആർജവത്തോടെ പുതിയ ഓട്ടം തുടരുക. ലോകമുണ്ടായ കാലം മുതൽ തന്നെ പ്രണയമുണ്ട്, ബ്രേക്കപ്പ് ഉണ്ട്, പ്രണയ നൈരാശ്യവുമുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പിന്നീട് നടത്തിയ ജൈത്രയാത്രകളാണ് ഒരാളെ ജയാളിയാക്കുന്നത്. പരാജിതനെ പോലെ വീണു കിടക്കേണ്ടവനല്ല നിങ്ങൾ. പോരാളിയെപ്പോലെ പുതിയ ഊർജം ഉൾക്കൊണ്ട് പുതിയ പാത വെട്ടിത്തുറക്കേണ്ടവരാണ്. ഇനിയുള്ള ജീവിതം കൊണ്ട് ജയിച്ചു കാണിക്കണം. ഈ വരികൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.